നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു പോളിംഗ് ബൂത്തിലെത്താൻ അതിസാഹസിക യാത്ര തന്നെ വേണം. പുന്നപ്പുഴയിൽ ഇരച്ചെത്തുന്ന വെള്ളപ്പാച്ചിലിനെ മറികടന്ന് നീങ്ങുന്ന ഒരു ചെങ്ങാടമാണ് ആശ്രയം. 256 വോട്ടർമാരുള്ള പുഞ്ചക്കൊല്ലി ഉന്നതിയിലെ പോളിംഗ് ബൂത്തിലേക്ക് 24 പ്രതിനിധി സുർജിത് അയ്യപ്പത്തും സംഘവും നടത്തിയ ഒരു സാഹസിക യാത്ര കാണാം. കൂലം കുത്തിയൊഴുകുന്ന ഈ പുന്നപ്പുഴ താണ്ടി വേണം പുഞ്ചക്കൊല്ലി അളക്കൽ ഉന്നതികളിലെത്താൻ. അവിടെ ഒരു പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രൈബൽ സ്കൂളിലാണ് പോളിംഗ് ബൂത്ത് ഉള്ളത്. പുഴ കടക്കാൻ ചങ്ങാടമാണ് ആശ്രയം. അപ്പുറത്ത് കിടക്കുന്ന ചങ്ങാടം ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അതിനായി ഇത് ഒരാൾ പോവുകയാണ്. അത് നമുക്ക് ആ കാഴ്ചയൊന്ന് കാണാം. പുന്നപ്പുഴ കടക്കുകയാണ്. ഈ ചങ്ങാടത്തിൽ ഏറിയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര. ഏറെ സാഹസികം നിറഞ്ഞ യാത്രയാണിത്. നേരത്തെ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, ആ പാലം തകർന്നു. അതേ തുടർന്ന് അതീവ ദുർഘടമായ ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിലൂടെയാണ് ഇവർ അപ്പുറത്തേക്ക് കടക്കുന്നത്. യാത്ര തുടങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ പുന്നപ്പുഴയുടെ മറുകര എത്തി. ഏറെ സാഹസികമായിരുന്നു യാത്ര. ചങ്ങാട യാത്ര എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. നമ്മൾ നേരെ ഉന്നതിയിലെ ആ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഉന്നതിയിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററോളം യാത്രയുണ്ട്. ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രീ സ്കൂളിലാണ് പോളിംഗ് ബൂത്തായി പ്രവർത്തിക്കുന്നത്. 42 നമ്പർ ബൂത്ത്. ഇവിടെ 256 വോട്ടർമാരാണ് ആകെയുള്ളത്. അതിൽ 129 പേർ പുരുഷ വോട്ടർമാർ, മറ്റുള്ളവർ സ്ത്രീ വോട്ടർമാർ. എന്തായാലും പോളിംഗ് പ്രക്രിയ ഇവിടെയും മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കുറേ വോട്ടർമാരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഈ നാട്ടിൽ കുറേ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത്. യാത്രയൊക്കെ വലിയ പ്രശ്നമല്ല ശരിക്കും? ഭയങ്കര പ്രശ്നമാണ്. ബുദ്ധിമുട്ടും പറഞ്ഞാൽ പാലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ചങ്ങാട വഴിയാണ് ഇപ്പോൾ അക്കരക്കൊക്കെ പാസ് ചെയ്യുന്നത്. പേരൊക്കെ 2-3 കൊല്ലം കഴിയാനായി. ഞങ്ങൾ മരിച്ചിട്ടൊക്കെ പേര് പണി തീർക്കുള്ളൂ. അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. 400-500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ഉണ്ടാക്കാൻ 2 വർഷമായി ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അതിൽ കയറി കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ പാലത്തിൻ്റെ കാര്യം ഇപ്പോൾ പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്തായാലും 2 JCB എടുത്തിട്ട് 2 മണ്ണ് മാന്തൽ അത്തരം പരിപാടി മാത്രമേ ഉള്ളൂ. പുഞ്ചക്കൊല്ലി ഉന്നതിയിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അകലെയാണ് അളക്കൽ ഉന്നതി. അവിടെ 70 വോട്ടർമാരുണ്ട്. അവരും പുഞ്ചക്കൊല്ലിയിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് കാഴ്ച. ഇവിടെ നിന്ന് മടങ്ങുകയാണ് തിരിച്ച് നിലമ്പൂരിലേക്ക്. സുർജിത് അയ്യപ്പത്ത്, 24 നിലമ്പൂർ.